കടുത്ത തണുപ്പിലും കനത്ത മൂടൽമഞ്ഞിലുമാണ് അയോധ്യ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തണുപ്പ് ഉത്തർപ്രദേശിലെന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ രാമക്ഷേത്രത്തിലേക്കുള്ള വിശ്വാസികളുടെ വരവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അയോധ്യ രാമക്ഷേത്ര പരിസരത്താണ് രാവിലെ 6:30 മണിക്ക് ഞാനുള്ളത്. കൊടും തണുപ്പാണ് ഇവിടെ. തണുപ്പ് മാറ്റാനായി ഈ പറഞ്ഞ പോലെ തീ കായുന്ന ആളുകൾ. ഇത്ര വലിയ തണുപ്പിലും പക്ഷെ അയോധ്യയിലെ ആഘോഷങ്ങളുടെയോ അല്ലെങ്കിൽ രാമജന്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളുടെയോ ചൂടുകൾ കൊട്ടും കുറവില്ല. मौसम बहुत बढ़िया है, अच्छा है, बहुत जाकर पड़ रही है. सुबह से चालू हो जाता है तो 10 बजे तक ऐसा लगता है, ऐसा मौसम रहता है. ये टोपी और है ना जैकेट निकलते ही नहीं पूरा दिन तक. ऐसा है मौसम. हाँ, बहुत ठंड है मौसम, गलन बहुत है. बहुत आते इधर पब्लिक, मतलब 11 बजे से शुरू हो जाएगी ना, शाम तक पूरा भरपूर पब्लिक रहता है यहाँ पे. और हाँ, यहाँ पे क्या जल्दी ठंड गिरता है, इसकी वजह से थोड़ा कम, अभी सुबह सुबह में कम आती है और 11 बजे से ज्यादा पब्लिक आती है. ലളിതാദേവിയും കുടുംബവും അതിരാവിലെ കൊടും തണുപ്പും തീയും കാഞ്ഞ് കട തുറന്നിരിക്കുന്നത് രാമവിശ്വാസികളെ പ്രതീക്ഷിച്ചാണ്. മഞ്ഞു പുതച്ച അയോധ്യയാണ്. പട്ടാപ്പകലും തണുപ്പിന് കുറവില്ല. സാധാരണയേക്കാൾ തണുപ്പാണ് എന്ന് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാധ്യമപ്രവർത്തകരും പറയുന്നു. അങ്ങനെ തണുപ്പിലും മഞ്ഞിലും കുളിച്ച അയോധ്യയാണ് രാമഭക്തരെ സ്വാഗതം ചെയ്യുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ.